ഹരേ കൃഷ്ണ. രാധേ രാധേ. അസംഖ്യക്കണക്കിന് അനന്തമായ ശക്തികളുടെയും ഗുണങ്ങളുടെയും കഴിവുകളുടെയും ഒക്കെ ഉടമസ്ഥനാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ. എന്നിട്ടും കലിയുഗത്തിൻ്റെ പ്രഭാവം കാരണമായിരിക്കാം പക്ഷേ ഭഗവാന്റെ എതിരെ തന്നെ ഇത്രയുമധികം തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. അതിൽ വെച്ച് പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയെ പറ്റി ആണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭക്തന്മാരെ ഭഗവാൻ ശരിക്കും പരീക്ഷിക്കും. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. ഈ തീയിലിട്ട് സ്വർണത്തിനെ ഉരുകിയെടുക്കുന്ന പോലെ ഭക്തന്മാരെ നന്നാക്കുക ചെയ്യുന്നത്. ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പാട് നൽകി നന്നാക്കുക ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയൊരു തെറ്റിദ്ധാരണ. ആലോചിച്ച് നോക്കൂ, ഹരി എന്നാണ് ഭഗവാൻ ആ ശ്രീകൃഷ്ണൻ്റെ വേറൊരു പേര്. ഹരി എന്ന് പറഞ്ഞാൽ എല്ലാം ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഹരിക്കുന്നവൻ, ഭൗതികമായ എല്ലാം കഷ്ടപ്പാടും ഹരിക്കുന്നവൻ. അതുകൂടാതെ അഭയപ്രദാൻ, ഭക്തന്മാർക്ക് അഭയം നൽകുക ചെയ്യുന്നത്, ഭയം മാറ്റി അഭയം നൽകുക ചെയ്യുന്നത് ഭഗവാൻ. പിന്നെ ഭക്തവത്സലൻ, ഭക്തന്മാരുടെ പ്രതി ഭഗവാനൊരു പ്രത്യേക വാത്സല്യഭാവമാണുള്ളത്. അപ്പോൾ അങ്ങനെ വാത്സല്യം ഉള്ളപ്പോൾ കൂടുതൽ കഷ്ടപ്പെടുത്തുമോ? പിന്നെ അച്യുതൻ എന്ന് പറഞ്ഞാൽ ഭഗവാന് ച്യുതിയില്ല. ഒരിക്കലും ഒരു തെറ്റായ സംഗതി ഭഗവാൻ ചെയ്യത്തില്ല. പെർഫെക്റ്റ് ആണ്, ഉത്തമമാണ്. ഭഗവാൻ ചെയ്യുന്നതെല്ലാം ഉത്തമമാണ്. അതേപോലെ കരുണാസാഗരൻ, കൃപാസിന്ധു. ജീവാത്മാക്കളായ നമ്മൾ, ഭഗവാന്റെ മക്കളായ നമ്മൾ എത്രയോ അപരാധങ്ങളാണ് എന്നും തന്നെ എത്രയോ ജീവിതകാലമായിട്ട് ഭഗവാന്റെ എതിരെ, നമ്മളുടെ പരമപിതാവിൻ്റെ എതിരെ, നമ്മളുടെ പരിപാലകൻ്റെ എതിരെ ചെയ്യുന്നത്. പക്ഷേ പലതും ഭഗവാന്റെ നേരിട്ട് എതിരെ ചെയ്യുന്ന പലതും ഭഗവാൻ ക്ഷമിക്കുക ചെയ്യുന്നത്, കണ്ണടച്ചങ്ങ് ക്ഷമിക്കുക ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മറ്റ് ഭക്തന്മാരെ അല്ലെങ്കിൽ മറ്റ് ജീവാത്മാക്കളെ ദ്രോഹിക്കുമ്പോഴാണ് ശരിക്കും കൂടുതലും പ്രതികരിക്കുന്നത് ഭഗവാൻ. അപ്പോൾ ഈ പേരുകളൊക്കെ വെറുതെ അല്ല ഭഗവാന് നൽകിയിട്ടുള്ളത്. ഇതൊക്കെ ഭഗവാനിലുള്ള ഗുണങ്ങൾ കാരണമാണ് ഇങ്ങനത്തെ പേരൊക്കെ ഭഗവാന് കിട്ടിയത്. അപ്പോൾ ഇത് മാത്രമല്ല, ഭഗവാൻ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലുമൊക്കെ എത്രയോ ഇടത്ത് ഈ ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഭക്തന്മാരെ പൂർണ്ണമായിട്ടും എപ്പോഴും ഭഗവാൻ സംരക്ഷിക്കുമെന്ന്. ഇപ്പം ഭഗവത്ഗീതയിൽ തന്നെ 9-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യം. അതായത് ഭഗവാൻ പറയാവാണ്, എൻ്റെ ദിവ്യരൂപത്തിനെ ധ്യാനിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ഭഗവാനെ പൂർണ്ണ ഭക്തിയോടെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ നൽകുക ചെയ്യുന്നത്. അതുമാത്രമല്ല, അങ്ങനത്തെ ഭക്തൻ്റെ കയ്യിലുള്ളത് അതിലൊരു കുറവും സംരക്ഷിക്കുകയും ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ നിലനിർത്തുകയും ചെയ്യും ഭഗവാൻ ഉറപ്പ് വരുത്തുന്നു. പക്ഷേ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഭാഗവതത്തിലും എത്രയോ സ്ഥലത്ത് ഉദാഹരണ സഹിതം ഇത് ഭഗവാൻ കാണിച്ചിട്ടുണ്ട്, എങ്ങനെ ഭഗവാൻ ഭക്തന്മാരെ സംരക്ഷിക്കുന്നു എന്ന് ഉള്ള കാര്യം. എന്നിട്ടും ഇത്രയും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള 3 പ്രധാന കാരണം ഇവിടെ പറയുന്നു ഞാൻ. ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ അറിവില്ലായ്മ. അതായത് അനന്തമായ ഭഗവാനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവാത്മാവായ നമ്മളുടെ ചെറിയ ബുദ്ധിയും കൊണ്ട്, നമ്മളുടെ ചെറിയ കഴിവും കൊണ്ട് അളക്കാനോ ജഡ്ജ് ചെയ്യാനോ പോയാൽ തെറ്റിദ്ധാരണ ഉണ്ടാകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് 7-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകത്തിൽ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത്യതി സിദ്ധയേ. എന്നുവെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒത്തിരി ചുരുക്കം, വിരളമായ ആൾക്കാർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു ആധികാരികമായ ഗുരുവിൻ്റെ അധ്യക്ഷണത്തിൽ ഭഗവാന്റെ പൂർണ്ണമായിട്ടും ശരണാഗതി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാനെ ശരിക്കും കുറച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇനിയും 2-ാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രതീക്ഷ, അതായത് എക്സ്പെക്റ്റേഷൻ. ഇപ്പം നമ്മൾ ഭഗവാന്റെ ഭക്തി ഇപ്പം ചെയ്യുന്നുണ്ട്, ഭഗവാന്റെ ഭക്തന്മാരായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കഷ്ടപ്പാടൊന്നും ഉണ്ടാകത്തില്ല, ഭഗവാൻ നമ്മളുടെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തീകരിക്കും, അതുമാത്രമല്ല നമുക്ക് ഇനിയും ദുഃഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പം അതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് പലതും പൂർത്തീകരിക്കും. ഭഗവാനാണ് എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുന്നത്. പക്ഷേ നമുക്ക് ഭക്തന്മാരെ സംബന്ധിച്ച് ഭക്തന് ദോഷം ചെയ്യുന്ന ആഗ്രഹം ഭഗവാൻ ചിലപ്പം പൂർത്തീകരിക്കത്തില്ല. അതായത് നമ്മളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഭഗവാൻ. അപ്പോൾ ഇപ്പം നമുക്ക് കൂടുതൽ പണം നൽകിയാൽ
അതുമൂലം അഹങ്കാരം കയറുകയും അതുമൂലം ഭഗവാനെ മറക്കുന്ന ഒരു പ്രവണത, അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ ഭഗവാൻ ചിലപ്പം പണം ഒത്തിരി അധികം നൽകത്തില്ല, ആവശ്യത്തിന് മാത്രം നൽകും. നമ്മളുടെ പ്ലാൻ പോലെയല്ല ഭഗവാൻ നീങ്ങുന്നത്. ഭഗവാന്റെ പ്ലാൻ ഒരു പ്രത്യേക പ്ലാൻ ആയിരിക്കും, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും. പക്ഷേ മറ്റ് ദേവതകൾ അങ്ങനെയല്ല. മറ്റ് ദേവതകൾ ചിലപ്പം ആ ആഗ്രഹം പൂർത്തീകരിച്ചേക്കാം. എന്നുവെച്ചാൽ അവർക്ക് ശരിക്കും നമ്മളുടെ നന്മ എന്തുവാ പൂർണ്ണമായിട്ടും അതിനെപ്പറ്റി ബോധ്യവാനല്ല അവർ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ മക്കൾ നമ്മളോട് വന്ന് 5 ചോക്ലേറ്റിന് വേണ്ടി ചോദിച്ചു. ഇപ്പം ആദ്യത്തെ പ്രാവശ്യം ചിലപ്പം നമ്മൾ ആ ആഗ്രഹം പൂർത്തീകരിച്ചേക്കാം. പക്ഷേ പിന്നീട് വന്ന് പിന്നെയും ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പം ഇല്ല മോനെ, നിൻ്റെ വയറ് ചീത്തയാവും, ഇത്രയും ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല, നിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞ് കൊടുക്കില്ല. പക്ഷേ ചിലപ്പം ആ കുട്ടി വാശി പിടിച്ച് പിന്നെയും ചോദിച്ചെന്നിരിക്കും. പിന്നെയും നമ്മൾ പറയും ഇല്ല, തരില്ല. അപ്പം എന്ത് ചെയ്യും? ആ കുട്ടി ചിലപ്പം അപ്പുറത്ത് ചിറ്റപ്പനോ അല്ലെങ്കിൽ കുഞ്ഞമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ഇതേ സംഗതി ചോദിക്കാം, 10 മുട്ടായി വേണം. എന്നിട്ട് ആ ചിറ്റപ്പനോ കുഞ്ഞമ്മയോ ചിലപ്പോൾ ആ മുട്ടായി കൊടുക്കുകയും ചെയ്യും. പക്ഷേ അത് ആ കുട്ടിക്ക് ദോഷം ചെയ്യുന്നുള്ള കാര്യം, നേരത്തെ ആ കുട്ടി 10 എണ്ണം ഓൾറെഡി കഴിച്ചിട്ടുള്ള ആ കാര്യം ആ പരമപിതാവ് അല്ലെങ്കിൽ അച്ഛന് മാത്രമേ ശരിക്കും അറിയുള്ളൂ. ഇനിയും കഴിക്കുന്ന ചോക്ലേറ്റ് ആ കുട്ടിക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം ഭഗവാൻ അറിയാം. മറ്റുള്ള ദേവതകൾ ചിലപ്പം നമ്മളുടെ നിസ്സാരമായ തെറ്റിന് വലിയ രീതിയിൽ നമ്മളെ ശിക്ഷിച്ചെന്ന് വരാം. ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മുടെ ഭഗവാന്റെ ലീലയിൽ വൃന്ദാവനവാസികൾ അവർ ദേവേന്ദ്രനെ എല്ലാ വർഷവും പൂജിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആ ഒരു വർഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് അവർ പൂജിക്കാതിരുന്നുകൊണ്ട് ദേവേന്ദ്രൻ ആ മൊത്തം വൃന്ദാവനത്തിനെ മഴവെള്ളം കൊണ്ട് നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ഇനിയും വന്നിട്ട് നമ്മളുടെ കഷ്ടപ്പാടൊക്കെ ഉടനെ പൂർണ്ണമായിട്ടും ഭഗവാൻ ഇല്ലാതാക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും മാലിന്യങ്ങളുണ്ട്. കാമക്രോധ ലോഭമോഹ മതമാത്സര്യം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മുക്തരായിട്ടില്ല. എന്നിട്ട് ഇങ്ങനത്തെ മാലിന്യങ്ങളൊക്കെ ഉള്ളത് കാരണം ചെറിയ രീതിയിൽ അതിൻ്റെയൊക്കെ റിയാക്ഷൻ, ഒരു പ്രതിഫലം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഭക്തന്മാരെ സംബന്ധിച്ച് ഭഗവാൻ ആ കഷ്ടപ്പാട് വളരെയധികം കുറയ്ക്കും. അതിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നിട്ട് നമ്മൾ ക്ഷമയോടെ ഭഗവാന്റെ ഈ ഭക്തി കാര്യങ്ങൾ അത് പരിശീലിച്ചാൽ തീർച്ചയായിട്ടും ഈ കഷ്ടപ്പാടൊന്നും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിൽ എത്തും എന്നുള്ളൊരു കാര്യത്തിലും നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ഇനിയും വന്നിട്ട് മൂന്നാമത്തെ കാരണം, ഭഗവാന്റെ എതിരെ ഇത്രയും തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ പുരാണങ്ങളിൽ നിന്ന് പല കഥകളെയും തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്ന കാരണവും തെറ്റായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാരണവും ആണ് ഭഗവാന്റെ എതിരെ പല തെറ്റിദ്ധാരണകളും ഉണ്ടാകാൻ കാരണം. ഇതിൽ പ്രധാനമായ ഒരു കഥയാണ് സുദാമാവിൻ്റെ കഥ. സുദാമാവിന് കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉണ്ടാകാനുള്ള ഒരു കാരണം, അതിനെപ്പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി സംസാരിക്കാം, വിശദീകരിക്കാം. ഹരേ കൃഷ്ണ, രാധേ രാധേ.